അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഫ്രൂട്ട്സ് കാണാനും കഴിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ. അതേപോലെ തന്നെ എനിക്കും കേട്ടോ ഫ്രൂട്ട്സ് കാണാനും കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ ബറാബ പിന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ചെറിയൊരു വിശേഷം ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ലൊരു പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇത് വൈറ്റമിൻ സിൻ്റെ നല്ലൊരു കലവറ എന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ വേറെയും ഒരുപാട് ഗുണമുണ്ടെന്ന് പറയുന്നേക്കാം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എനിക്കറിയില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ചാനലിൽ കൂടെയൊക്കെ ഇങ്ങനെ കണ്ട വിവരമുള്ളൂ, അല്ലാണ്ട് എനിക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിവരമൊന്നുമില്ല കേട്ടോ. വൈറ്റമിൻ സി ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അങ്ങനത്തെ ഒരു പുളിയും മധുരമാണ് അതിനുള്ളത്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണത്. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ട് നമുക്ക് അച്ചാറിടാം, സാലഡ് ഉണ്ടാക്കാം, പിന്നെ ഇതുപോലെ ഉപ്പിലിട്ടിട്ട് കഴിക്കാം. അങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് കേട്ടോ. അത് കാണുമ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയാണ്, നമുക്കിങ്ങനെ പറിച്ച് കഴിക്കാനും പിന്നെയും തോന്നുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണത്. പിന്നെ ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ ഈ മധുരം പുളി ഇത് ഇഷ്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ പുളി കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവില്ല, അവർക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും. നല്ലൊരു പുളി മധുരമായിട്ട് പിന്നെ കുട്ടികൾക്കും വലിയവർക്കും നമ്മളെ വീട്ടിൽ എല്ലാവർക്കും പുളിയും മധുരം ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്രൂട്ടാട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പുളി കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ നല്ലതായിരിക്കും. അതുകൊണ്ട് ചമ്മന്തി, മസാല പുരട്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുക, അതേപോലെ ഉപ്പിലിട്ട് കഴിക്കുക, അച്ചാറുണ്ടാക്കുക, നമ്മൾ പിന്നെ ബിരിയാണിക്ക് ഇതേപോലെ സാലഡായിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത്. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് എന്ത് വേണമെങ്കിലും ഞങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാനത് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഈ അടുത്ത വീഡിയോയിൽ ഒരുപാട് ഫ്രൂട്ട്സിനെ പറ്റി ഞാൻ വീഡിയോ ഇടാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിന് കായ നല്ല വലിപ്പം വെച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ വർഷം കൂടുന്നിടത്തോളം നല്ല വലിയ കായായിട്ടാണ് വരുന്നത്. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇതിനധികം വളം ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് എപ്പോഴേലും നനച്ചു കൊടുത്താൽ മതി. ഓരോ വർഷം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് വളം ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും ഇതിന് വളം ചെയ്ത് കൊടുക്കണ്ട. പിന്നെ ശരിക്കും നമ്മളെ പുളിയുടെ പോലെ തന്നെ കേട്ടോ. പുളിക്ക് പിന്നെ കുരു കൂടുതലും കാമ്പ് കുറവല്ല, അതേപോലെ തന്നെ. പക്ഷെ അതിനേക്കാൾ നല്ല രസമുള്ളൊരു പുളി മധുരമാണ് ഈ ഫ്രൂട്ടിനുള്ളതെന്ന് മാത്രമേ ഉള്ളൂ.